അങ്ങനെ പുതിയ ബീറ്റ അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുകയാണ്. iOS 26.1ന്റെ ബീറ്റ 4 ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ എൻ്റെ ഡിവൈസിൽ വന്നിരിക്കുന്നത് 3.14 GB എൻ്റെ iPhone 11ൽ വന്നിരിക്കുന്നത്. മിക്കവാറും 4 GB 6 GB വരെയും ഈ ഒരു അപ്ഡേഷൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷൻ കൂടാതെ തന്നെ ആപ്പിൾ വാച്ച് OS, മാക് OS, tvOS, വിഷൻ OS എന്നിങ്ങനെ കുറേയധികം പുതിയ ബീറ്റാസും റിലീസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും പുതിയ പുതിയ ഫീച്ചേഴ്സും നിങ്ങൾക്കറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് വലിയ കാര്യം തന്നെയാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOSനെ ഫോക്കസ് ചെയ്യാം. തുടക്കം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സ് എടുക്കാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും iOS 26.1 23B 5073A എന്ന്. നമുക്ക് ഇനി മേ ബി ഒരു അപ്ഡേഷൻ മാത്രമായിരിക്കും ഒഫീഷ്യൽ അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ പുതിയ മോഡേൺ ഫേമർ ഒന്നും ലഭിക്കുന്നില്ല ബീറ്റ 4ൽ. ഈ ഒരു അപ്ഡേഷനിലെ ഏറ്റവും ആദ്യത്തെ ഫണ്ടമെന്റൽ ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് ലിക്വിഡ് ഗ്ലാസിൻ്റെ ആ ഒരു എഫക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. യെസ്, കുറേയധികം കൂട്ടുകാർക്ക് ഇൻക്ലൂഡിങ് എൻ്റെ ഫ്രണ്ട് സർക്കിളുള്ള കുറേയധികം കൂട്ടുകാർക്കും iOS 26 ഏറ്റവും അധികം ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത് ഈ ലിക്വിഡ് ഗ്ലാസിൻ്റെ ട്രാൻസ്പെറൻസിയാണ്. കാരണം ഇപ്പോൾ എന്തെങ്കിലും ടെക്സ്റ്റോ അല്ലെങ്കിൽ ഫോട്ടോസിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഈ ഫോട്ടോസിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ കുറേയധികം ഓപ്ഷൻസ് ടൈമും ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത് വായിക്കാനുള്ള ബുദ്ധിമുട്ട് കുറേയധികം കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓരോ കാര്യങ്ങൾ കൊണ്ട് തന്നെ ആപ്പിൾ പുതിയൊരു ചേഞ്ച് സെറ്റിങ്സിൽ കൊണ്ടുവന്നുണ്ട്. നേരെ നമ്മുടെ സെറ്റിങ്സ് എടുക്കാം. അവിടെ സ്ക്രോൾ ഡൗൺ ചെയ്ത് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ പുതിയ ഒരു ഓപ്ഷനാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ലിക്വിഡ് ഗ്ലാസ് എന്ന് പറഞ്ഞ പേരിൽ അത് സെലക്ട് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും, ക്ലിയറും ടിൻറ്റഡും. ക്ലിയർ ഓപ്ഷൻ ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ആപ്പിൾ മ്യൂസിക് എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു ക്ലിയർ ആയിട്ടാണ് ഈ പറഞ്ഞ മ്യൂസിക് കൺട്രോൾ മെനു ബാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെയിം ഓപ്ഷൻ ഞാൻ ഇപ്പോൾ ടിൻറ്റഡ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചറിലേക്ക് ഇടാണ്. ടിൻറ്റഡ് ഇട്ടു. ഇവിടെ ചെറിയ ചേഞ്ച് ഒരു ബ്ലാക്ക് ആയി നിങ്ങൾക്ക് മനസ്സിലാവും. നേരെ ആപ്പിൾ മ്യൂസിക് എടുത്തപ്പോൾ ഇവിടെ ബ്ലാക്കായി കുറച്ചുകൂടെ ഫ്രോസ്റ്റഡായി നമ്മുടെ ഈ പറയുന്ന എല്ലാ ടെക്സ്റ്റും ബാക്കി കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇപ്പം ഞാൻ ഈ ഫേവറേറ്റിന് താഴത്ത് പോയാലും ആ ഒരു മ്യൂസിക് മെനു ബാർ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇത് ഞാൻ ക്ലിയറിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ഫേവറേറ്റ് ബാക്കിൽ ചെറുതായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ടെക്സ്റ്റ് വായിക്കാൻ പറ്റില്ല. ഇത് കുറേയധികം കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്യൂ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. നേരെ ലോക്ക് സ്ക്രീൻ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് നോട്ടിഫിക്കേഷൻ കാണുമ്പോഴും ആ ഒരു നോട്ടിഫിക്കേഷൻ കുറച്ചുകൂടെ ക്ലിയർ ആണ്, വിസിബിൾ ആണ്. സെയിം സാധനം ഞാൻ ടിൻറ്റഡിലേക്ക് ഇടുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ കുറച്ചുകൂടെ ബ്ലാക്ക് ബോക്സിൽ ഫ്രോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ ഈ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൽ നിങ്ങൾക്ക് ടിൻറ്റഡ് ആണോ ക്ലിയർ ആണോ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് തൊട്ടതായിട്ട് കമൻറ്റ് ചെയ്യുക. ആൻഡ് സ്പീക്കിംഗ് ടു ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് പുതിയൊരു ഓപ്ഷനും കൂടെ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. പുതിയൊരു ഓപ്ഷൻ അല്ല, നേരത്തെ ഉണ്ടായ ഒരു ചേഞ്ച് ആപ്പിൾ കുറച്ചുകൂടെ റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിസ്പ്ലേ സൂമിൽ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ബീറ്റിൽ iOS 18 വന്നതെന്ന്. ഈ ഒരു അപ്ഡേഷൻ വന്നപ്പോൾ iOS 26ലേക്ക് ആപ്പിൾ തിരിച്ചു കൊണ്ടുവന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അപ്ഡേഷനിലേക്ക് ആപ്പിൾ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാറ്റവും ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് വന്നിട്ടുണ്ട്. അടുത്ത വന്ന ചേഞ്ച് നമ്മുടെ ഐഫോണിലെ ക്യാമറ ആക്സസ് ചെയ്യാൻ മൾട്ടിപ്പിൾ വേസ് ആപ്പിൾ തന്നിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ക്യാമറ ആപ്പ് ഡയറക്റ്റ് എടുക്കാം. രണ്ട്, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ ലോക്ക് സ്ക്രീൻ തന്നെ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ക്യാമറ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ സ്വൈപ്പ് ചെയ്ത് നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ 16 ഓർ ലേറ്റർ ഡിവൈസിൽ ക്യാമറ കൺട്രോൾ യൂസ് ചെയ്ത് നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറേയധികം കൂട്ടുകാർക്ക് ഈ പറഞ്ഞ സ്വൈപ്പിംഗ് കുറേയധികം പേർക്ക് ആക്സിഡൻ്റലി ക്യാമറ ഓപ്പൺ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യില്ലേ, ഇങ്ങനെ ക്ലിയർ ചെയ്യുമ്പോൾ അറിയാതെ ഇതേപോലെ ക്യാമറ ആക്സസ് ചെയ്യാറുണ്ട് കുറേയധികം കൂട്ടുകാർക്ക്. സോ അവർക്ക് ആക്സിഡൻ്റൽ ക്യാമറ ഓപ്പൺ ഓഫ് ചെയ്യാനായിട്ട് സെറ്റിങ്സിൽ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്. നേരെ സെറ്റിങ്സ് എടുക്കാം. അവിടെ ക്യാമറ എന്ന ഓപ്ഷൻ എടുത്ത് നേരെ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ സ്വൈപ്പ് ടു ഓപ്പൺ ക്യാമറ എന്ന ഓപ്ഷൻ നിങ്ങൾക്കുണ്ടാവും. അത് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ക്ലിയർ ചെയ്യുമ്പോഴും ക്യാമറ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, അത് ഓഫ് ആയിരിക്കും. ഐദർ നിങ്ങൾക്ക് ഈ ബട്ടണോ അല്ലെങ്കിൽ ഫോൺ ഓൺ ചെയ്തിട്ട് ക്യാമറ ബട്ടൺ യൂസ് ചെയ്തോ നിങ്ങൾക്ക് ക്യാമറ ആക്സസ് ചെയ്യാം. 16 ഓർ ലേറ്റർ ഡിവൈസിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻ ഓഫ് ആണെങ്കിലും ക്യാമറ കൺട്രോൾ എന്ന ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാമറ ആക്സസ് ചെയ്യാം. ഇനി 15 Pro ഓർ ഓൾഡർ ഡിവൈസ് ആണെങ്കിൽ എപ്പോഴും എൻ്റെ സജഷൻ ക്യാമറയുടെ ഈ പറഞ്ഞ സ്വൈപ്പ് ടു ഓപ്പൺ ക്യാമറ എന്ന ഓപ്ഷൻ ഓൺ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം എപ്പോഴും മൊമെന്റ് ക്യാപ്ചർ ചെയ്യാൻ ഫോൺ അൺലോക്ക് ചെയ്ത് ക്യാമറ ആപ്പ് എടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ ആണ്
ഈ പറഞ്ഞ ലോക്ക് സ്ക്രീനിൽ നമുക്ക് ജസ്റ്റ് സ്വൈപ്പിലൂടെ ക്യാമറ ആക്സസ് ചെയ്യുന്നത്. സോ അത് എൻ്റെ ഒരു സജഷനാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ഇത് ഓഫ് ചെയ്യാം. അടുത്ത വരുന്ന ചേഞ്ച് iOS 26ന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ കുറേയധികം പേര് എനിക്ക് കമൻറ്റ് ചെയ്തതും മെസ്സേജ് ചെയ്തതുമായ ഒരു ഡൗട്ടാണ്. നമ്മുടെ ഫോൺ ആപ്പിലൂടെ ഫോൺ ചെയ്യുമ്പോൾ അത് ഇൻകമിങ് കോൾ ആയിക്കോട്ടെ ഔട്ട് ഗോയിങ് കോൾ ആയിക്കോട്ടെ, കോള് റിസീവർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാകും, കോള് കട്ട് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. ആ ഒരു ഹാപ്റ്റിക്സ് കുറേയധികം കൂട്ടുകാർക്ക് വേണ്ടായിരുന്നു. അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ സെറ്റിങ്സ് എടുക്കാം, സ്ക്രോൾ ഡൗൺ ചെയ്ത് ആപ്സ് എന്ന ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോൺ ആപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. നേരെ നമ്മുടെ ഈ ഒരു ഫോൺ ആപ്പ് എടുക്കാം. ഫോൺ ആപ്പ് സെലക്ട് ചെയ്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്, ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. ഒരു ഹാപ്റ്റിക്സ് ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ കോള് കണക്ട് ആകുമ്പോഴും ഡ്രോപ്പ് ആകുമ്പോഴും നേരത്തെ ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ അത് ഓഫ് ചെയ്യേണ്ടതാണ്. നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ കോൾ എടുക്കുമ്പോൾ ഒരു ചെറിയ ഹാപ്റ്റിക്സ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവിടെ കോൾ എടുത്തു എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു ഹാപ്റ്റിക് ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതും നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അടുത്ത വരുന്ന ചേഞ്ച് ഒരു ഹിൻ്റാണ് ആപ്പിൾ തന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ വന്നപ്പോൾ കുറേയധികം കാര്യങ്ങൾ ആപ്പിൾ സൈഡിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. നേരെ നമ്മുടെ ഈ പറഞ്ഞ സെറ്റിങ്സ് എടുക്കുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും എല്ലാ ഡീറ്റെയിൽസും ലെഫ്റ്റ് സൈഡിലേക്കാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. സെയിം ഇതേ ഓപ്ഷൻ നമുക്ക് വരായിരുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറിയിലായിരുന്നു. ഈ ഒരു സിറിയിൽ നിങ്ങൾ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ട് ഡിവൈസിൽ ഈ പറഞ്ഞ ഓപ്ഷൻ നടുക്കായിരുന്നു. അതോടൊപ്പം അലൈൻമെൻറ്റിൻ്റെ കൂടെ തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ബീറ്റ എന്നായിരുന്നു ഇത്രയും നാൾ കണ്ടിരുന്നത്. ഈ ഒരു പുതിയ അപ്ഡേഷനിൽ ആപ്പിൾ ബീറ്റ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ വിച്ച് മീൻസ് ആപ്പിൾ ഈസ് പ്രിപ്പയറിംഗ് ആപ്പിൾ ഇൻ്റലിജൻസ് മോർ കറക്റ്റ്ലി ആൻഡ് പ്രൊഫഷണലി. സോ ആപ്പിൾ ഇൻ്റലിജൻസ് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. iOS 26.4ൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേഷനിൽ മേ ബി ആപ്പിൾ ഇൻ്റലിജൻസ് കുറച്ചുകൂടെ കറക്റ്റായിട്ടും അതോടൊപ്പം മോർ ഹ്യൂമൻ സെൻട്രിക് ആയിട്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ അപ്ഡേഷൻ വന്ന ചേഞ്ചസ് ആണ്. പക്ഷേ ഈ ഒരു അപ്ഡേഷനിൽ ചേഞ്ചസ് കൂടാതെ തന്നെ കുറേയധികം ബഗ്ഗുകളും ബഗ് ഫിക്സും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. എനിക്ക് ഏറ്റവും ആദ്യം തന്നെ വന്ന ബഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീനിലെ ഒരു ബഗ്ഗാണ്. ഞാൻ ഇവിടെ ഒരു ഫോട്ടോ എടുത്തു. ഈ ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒരു പുതിയ വാൾപേപ്പർ ഇടാണ്. വാൾപേപ്പർ ഇടാൻ വേണ്ടി നേരെ യൂസസ് വാൾപേപ്പർ സെലക്ട് ചെയ്തു. നേരെ ഈ ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് പ്രിപ്പയറിങ് കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്തിട്ട് ഇതൊരു ഫോട്ടോ ജസ്റ്റ് ആഡ് ചെയ്തു. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ സെറ്റസ് വാൾപേപ്പർ പെയറാണ്. ഞാനത് പെയർ എന്ന ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹോം സ്ക്രീനിലെ വാൾപേപ്പർ പോയി ബ്ലാക്കായി. പക്ഷേ ലോക്ക് സ്ക്രീനിൽ ഈ ഒരു വാൾപേപ്പർ ഉണ്ട്, ഹോം സ്ക്രീനിൽ ഈ ഒരു വാൾപേപ്പർ ഇല്ല. ഇത് എനിക്ക് ഫീൽ ചെയ്യുന്ന മേജർ ബഗ്ഗാണ്. സോ ഈ ബഗ് ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ആപ്പിളിലെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് ഷെയർ കൊടുക്കും. എന്നാലാണ് അടുത്ത് വരുന്ന ഓരോ അപ്ഡേഷനിലും ആപ്പിളിന് ഈ ഒരു ബഗ് റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരു ബഗ് വരാണെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബഗ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം നേരത്തെ കണ്ട ഈ ഒരു വാൾപേപ്പറും ആൻഡ് സെക്കൻഡായിട്ട് കണ്ട ഈ ഒരു വാൾപേപ്പറും ഞാൻ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് വാൾപേപ്പർ ആക്സസ് ചെയ്യാം. ഇതേപോലെ ഓരോ വീഡിയോസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാൾപേപ്പറും ഹാൻഡ് പിക്ഡ് ആയ വാൾപേപ്പർ നമുക്ക് എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഫോളോ ചെയ്യുക. ഇതേപോലെ അടിപൊളി വാൾപേപ്പർ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇനി എന്നാണ് iOS 26ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കാൻ പോകുന്നത്? ഇപ്പോൾ ആപ്പിൾ ഒരു വീക്ക്ലി സൈക്കിൾ ആയതുകൊണ്ട് തന്നെ അടുത്ത വീക്ക് നമുക്ക് എന്തായാലും iOS 26.1ൻ്റെ ഒരു ബേറ്റയോ അല്ലെങ്കിൽ RCയോ വരാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ആൻഡ് മാർക്ക് റൂമേഴ്സിൻ്റെ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു വീക്കിൽ തന്നെ iOS 26.0.2 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം iOS 26.0.1ൽ ഹെവി ബാറ്ററി ട്രെയിനിങ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം കൂടുതലും കൂട്ടുകാർ ഈ പറഞ്ഞ ബാറ്ററി സൈക്കിളും ബാറ്ററി ചാർജിൻ്റെയും ആ ഒരു പ്രശ്നം ഈ ഒരു കറണ്ട് അപ്ഡേഷനിലും പറയുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ iOS 26ൻ്റെ അപ്ഡേറ്റ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റ് ഏതൊക്കെ ആൾക്കാർക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ iOS 26ൻ്റെ ബേറ്റ ഡെവലപ്പേഴ്സിന് മാത്രം അല്ലെങ്കിൽ പബ്ലിക് ബേറ്റ ടെസ്റ്റേഴ്സിന് മാത്രമാണ് ഒരു അപ്ഡേറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. iOS 26ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് യൂസ് ചെയ്യുന്ന ആരോടും ഈ ഒരു ബേറ്റ ഞാൻ ട്രൈ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഈ ഒരു അപ്ഡേഷനിലും കുറേയധികം ബഗ്ഗുകളും നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടി വരും. കുറേയധികം പുതിയ ഫീച്ചേഴ്സ്
വരുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ ബീറ്റ അൺലെസ് നിങ്ങളുടെ സെക്കൻഡറി ഡിവൈസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പ്രൈമറി ഡിവൈസിൽ ഒരിക്കലും ഞാൻ ബീറ്റ റെക്കമെൻഡ് ചെയ്യില്ല. ആൻഡ് ഈ അപ്ഡേഷന് ശേഷം എൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡിവൈസ് അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ റൺ ചെയ്യുന്നത്. വലിയ ക്ലട്ടറിങ്ങോ അതേപോലെ ഡിവൈസിന് സ്റ്റട്ടറിങ്ങോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. തേർമലാണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു കൂൾ ഡൗൺ സ്റ്റേറ്റിലാണ് ഫീൽ ചെയ്യുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഡിവൈസിൽ തേർമലായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 26.1 ബീറ്റ 4 പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സിൻ്റെ ടിപ്സും ട്രിക്സും ലീക്സും എല്ലാം അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Jebin Xavier signing from Evika.